നമസ്കാരം, എല്ലാവർക്കും സുഖം നേരുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു ആക്റ്റീവ് സ്പീക്കർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. ഓഡിയോ പവർ ആംപ്ലിഫയറും അതിൻ്റെ ഡിസൈനും അതിൻ്റെ കണക്ഷനൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കതിൻ്റെ തിയറിയും പ്രാക്ടിക്കലിലേക്ക് നേരെ കിടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ആക്റ്റീവ് സ്പീക്കറാണ്. ആക്റ്റീവ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്പീക്കറിനുള്ളിൽ തന്നെ ആംപ്ലിഫയർ ബോർഡ് കൂടെ വെച്ചിട്ടുള്ള ടൈപ്പിനെയാണ് നമ്മൾ ആക്റ്റീവ് സ്പീക്കർ എന്ന് പറയുന്നത്. സാധാരണ സ്പീക്കറല്ല, ആംപ്ലിഫയർ പുറത്തായിരിക്കും. സ്പീക്കറിനകത്ത് സ്പീക്കർ ബോക്സിനകത്ത് വെറും സ്പീക്കർ മാത്രമേ ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ പവർ ആംപ്ലിഫയർ ബോർഡ്. ഇതതിൻ്റെ ക്രോസ് ഓവർ നെറ്റ്വർക്കാണ്. അതിന് പവർ കൊടുക്കാനുള്ള ട്രാൻസ്ഫോമറാണിത്. ഇത് ഞാൻ 36 ട്രാൻസ്ഫോമറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 36 എടുത്ത് ഇവിടെ പവർ ആംപ്ലിഫയർ ബോർഡിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ കഴിഞ്ഞാൽ ഏകദേശം 50 വോൾട്ട് DC ഉണ്ടാവും. ഇതാണ് പവർ ആംപ്ലിഫയറിൻ്റെ ബോർഡിൻ്റെ ട്രാൻസിസ്റ്റേഴ്സ്. ഈ ട്രാൻസിസ്റ്റർ നമ്മളിവിടെ 2SA1943യും 2SC5200 ഈ രണ്ട് ട്രാൻസിസ്റ്റർ പെയറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം 4+4 അങ്ങേ സൈഡിൽ ഇത്രയും തന്നെ ട്രാൻസിസ്റ്റർ ഉണ്ട്. ഇത് ഏകദേശം 200+200 200 വാട്ടിൻ്റെ പവർ ആംപ്ലിഫയർ ബോർഡാണ്. 50 വോൾട്ട് DC ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് 2 ചാനലുണ്ട്. ഞാനിപ്പം ഒരെണ്ണം ഇപ്പോൾ വയർ ചെയ്തുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഡ്രസ്സ് ചെയ്ത് വെച്ചതാണ്. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ക്രോസ് ഓവർ നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇതിൽ നമുക്ക് 3 സ്പീക്കർ കണക്ട് ചെയ്യാം. ഊഫർ, ട്യൂട്ടർ, മിഡ് റേഞ്ച്, ഇങ്ങനെ 3 ഫ്രീക്വൻസിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സംസാരിക്കുന്നതാണ്. ഇതിവിടെ ഞാനൊരു ബാസ് ട്രബിൾ ബോർഡാണ്, അതായത് പ്രീ ആംപ്ലിഫയർ. അതായത് നമുക്ക് ഇതിനകത്ത് ബാസ്, ട്രബിള്, ബാലൻസ് ഇവയെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ബോർഡാണ് ഇത്. ഞാനിവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മൗണ്ട് ചെയ്യും. ഇത് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ പരുവത്തിന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിങ്ങനെ മൗണ്ട് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ ഓഡിയോ ഇൻപുട്ട് സിഗ്നൽ എടുക്കാൻ വേണ്ടി ഞാനൊരു കണക്ടർ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തൽക്കാലം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓഡിയോ ബോർഡ് ഇല്ലാതെ ഇവിടെ ഡയറക്റ്റ് കണക്ട് ചെയ്യാനാണ് പ്ലാൻ. അതായത് പാസ് റേഞ്ച് ഒന്നും സെറ്റ് ചെയ്യാതെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ബേസിക്കലി ഞാനൊരു ആക്റ്റീവിൻ്റെ പവർ സ്പീക്കറിൻ്റെ ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യും. ഇത് ഞാൻ വുഡ് പീസ് ഇങ്ങനെ L ഷേപ്പുള്ള കാമ്പ് കൊണ്ട് ഒന്നിച്ച് ഫിക്സ് ചെയ്തതാണ്. ഞാനൊരു പെയിൻ്റ് അടിക്കാനൊരു ശ്രമം നടത്തി, അത് സക്സസ് ആയില്ല. ഇനി വീണ്ടും അടിക്കണം. ഉള്ള ഒരു 8 ohmൻ്റെ സ്പീക്കറാണ്, മിഡ് റേഞ്ച് ആണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഊഫറും ട്യൂട്ടറും മൗണ്ട് ചെയ്യും. 1200 PMPO എന്ന് പറഞ്ഞാൽ ഏകദേശം PMPO ഒരിക്കലും ഒരു കറക്റ്റ് കാൽക്കുലേഷൻ അല്ല. ഇതൊരു 120 വാട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. കാരണം PMPO എന്നത് പീക്ക് മ്യൂസിക് പവർ ഔട്ട്പുട്ടാണ്. അതൊരിക്കലും ഒരു ആക്ച്വൽ കാൽക്കുലേഷൻ അല്ല. RMS പവറാണ് നമ്മൾ ശരിക്കും അറിയേണ്ടത്. നമ്മൾ അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. ഇതിന് പവർ കൊടുക്കാൻ വേണ്ടി, ട്രാൻസ്ഫോമറിന് പവർ കൊടുക്കാൻ വേണ്ടിയുള്ള കണക്ടർ ഞാനിവിടെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിലാണ് നമ്മൾ പവർ കൊടുക്കുക, 230. ഇതിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവുക. ഇതിന് പവർ കണക്ടർ ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഡബിൾ ചാനലിൻ്റെ ഓഡിയോ ആണ്. ഇത് ശരിക്കും ഞാൻ ഇതിൻ്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കണം. ഇപ്പോൾ നമ്മളത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണാൻ ഭംഗിയില്ലായിരിക്കുന്നത്. ഇവിടെ ഓഡിയോ ഇൻപുട്ടിൻ്റെ 4 കൺട്രോൾ ഇവിടെയാണ് വരിക. ഇത് പുറത്തേക്ക് എടുത്തിട്ട് നമ്മളതിന് നോബെല്ലാം മൗണ്ട് ചെയ്യും. അപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ ശരിക്കും ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് പവർ ഇൻപുട്ട്, ഓഡിയോ ഇൻപുട്ട്, പിന്നെ അതിൻ്റെ 4 കൺട്രോൾ. അതായത് കൊടുക്കാം. അതിൻ്റെ ഓഡിയോ സിഗ്നൽ നമ്മളിവിടെ കണക്ട് ചെയ്യുകയാണ്. ഇതിന് 2 ചാനലാണുള്ളത്. അതിൻ്റെ ഓഡിയോ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ പവറും ഓഡിയോയും ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ടെസ്റ്റ് ചെയ്യാം.
നമുക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം, അല്ല ഓഡിയോ പ്ലേ ചെയ്ത് നോക്കാം.